السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده. الصلاة والسلام على من لا نبي بعده وعلى آله وصحبه الخيرة أما بعد. ആദരണീയരായ പണ്ഡിതർ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു പരസ്യവാചകമാണ്, കാലിയാണെങ്കിലും കുഴപ്പമില്ല. പണ്ടുകാലത്ത് നടക്കാത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് നടക്കാത്ത സ്വപ്നങ്ങളില്ല, അതിനല്ലേ EMI എന്നാണ് പരസ്യം തന്നെ. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു ടോപ്പിക്കാണ് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. BNPL എന്ന് നമ്മൾ കേട്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ EMI എന്നാണ് കേട്ടിട്ടുള്ളത്. രണ്ട് കാര്യം നമുക്ക് അനലൈസ് ചെയ്യാൻ. ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസ് ആണ്, മറ്റൊന്ന് ശരിയ അനാലിസിസ് ആണ്. ഒരു സാമ്പത്തിക ഇടപാടിൽ ഇത് രണ്ടും പ്രധാനമാണ്. സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ വിശ്വാസിയോ അവിശ്വാസിയോ ആയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായ കാര്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസ്. അപ്പൊ അത് ആദ്യം ചർച്ചക്കെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. BNPL നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡെപ്റ്റ് ഫൈനാൻസിങ് തന്നെയാണ്. അത് പല ടൈപ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തിനെ കുറിച്ചും പറയുമ്പോൾ അത് പല ടേംസ് അനുസരിച്ചും ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. EMI നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ എന്ന തരത്തിൽ അതിനെ നമുക്ക് 4 തരം സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് മർച്ചന്റ് ലെഡ് BNPL ആണ്. സ്ഥാപനം തന്നെ നമുക്ക് EMI സാധനം തരുന്നു. അവിടെ ഒരു മൂന്നാമതൊരു പാർട്ടി ഏജൻസി ഒന്നും കടന്നു വരുന്നില്ല. നിങ്ങളൊരു കടയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ചെന്നാൽ അവര് നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങൾക്ക് അടവിനെടുക്കാം, അതല്ല നിങ്ങൾക്ക് റൊക്കം പൈസ എന്നിട്ട് കൊടുക്കുക. ഇത് മെർച്ചന്റ് തന്നെ ലീഡ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് ഫിൻടെക് ലെഡാണ്. ഏതെങ്കിലും ഫിൻടെക് കമ്പനികൾ നമുക്ക് EMI ആയിട്ട് സാധനം തരുന്നു. അപ്പൊ നമുക്ക് മെർച്ചന്റ് അല്ല തരുന്നത്, അവിടെ ഒരു ഏജൻസി കടന്നു വരുന്നുണ്ട്. ഈ ഫിൻടെക് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ RBI റെഗുലേഷൻസിന്റെ അണ്ടറിൽ ഒരു ബാങ്ക് വരുന്നത് പോലെ വരുന്ന സ്ഥാപനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ബാങ്കുകളും അതുപോലെ NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻസ്, നമ്മൾ ബജാജൊക്കെ അതിലെ വരിക, അതുപോലത്തെ ഒരു തേർഡ് പാർട്ടി ലീഡ് ചെയ്യുന്ന ഇത്തരം EMI-കൾ. ഇനി ഇതിന്റെ പുറത്ത് കോ ലെൻഡിങ് വരും. അത് ഇവരെല്ലാവരും കൂടെ, ബാങ്ക് ഉണ്ടാവും, ഫിൻടെക് ഒരു ഏജന്റ് ആയിട്ടുണ്ടാവും. അപ്പോഴും ഫൈനാൻസ് ചെയ്യുന്നത് ബാങ്ക് ആയിരിക്കും, ഫിൻടെക് ആയിരിക്കും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. മെർച്ചന്റ് കച്ചവടം ചെയ്യുന്ന ആൾ അവിടെ വേറെ ഉണ്ടാവും. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ടൈപ്സ് BNPL ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് മോഡൽ, എങ്ങനെയാണ് ഇത്, ഹൗ BNPL ഈസ് സ്ട്രക്ചേർഡ്, BNPL എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടത് എന്നുള്ള ബേസിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ ചില ടൈപ്സ് കാണാം. ഇപ്പൊ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നു, അതൊരു ടൈപ്പാണ്. ചിലതിൽ ഫുൾ പേ പിന്നീടാണ്, ഫുൾ പേ ലേറ്റർ, ഇപ്പൊ ഒന്നും കൊടുക്കണില്ല, പക്ഷെ ഒന്നിച്ച് പിന്നീട് കൊടുക്കുന്നത്. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന സീറോ കോസ്റ്റ് EMI, നേരത്തെ ഞാൻ പറഞ്ഞ എമൗണ്ടിൽ അഡീഷണൽ എമൗണ്ട് വരാം, ഇൻട്രസ്റ്റ് വരാം. ഹൈബ്രിഡ് മോഡലും കാണാൻ പറ്റും. അപ്പൊ ഇത്രയേറെ
ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം നമ്മളെല്ലാവരും എന്നാലും ഒറ്റുത്തരം എന്താണെന്നാണ് കാത്തിരിക്കുന്നത്. പൊതുവെ ഇത്തരം സെമിനാറുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് ഒരു ഉത്തരം കിട്ടണം. അങ്ങനെ ഒറ്റ സംഗതി ആകുമ്പോഴേ നമുക്ക് അങ്ങനെ ഒറ്റ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അത് ഇത്രയും ഡെപ്ത് ഉണ്ട് ഈ സബ്ജക്റ്റിന് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? ഇവിടെ കൺവെൻഷണൽ വ്യൂ ഉണ്ട്, ഇസ്ലാമിക് വ്യൂ ഉണ്ട്. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ബാങ്കുകൾക്ക് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഇല്ല എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. എല്ലാ ഇത്തരം ഇടപാടുകൾക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു RBI ആണല്ലോ ഇപ്പൊ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ സാധ്യതകളെ കുറിച്ച്, രാജ്യത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, അതിൽ നമ്മൾ നേരിടുന്ന ചാലഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലെ RBI റെഗുലേഷൻസ് പ്രകാരം RBI മുന്നോട്ട് വെക്കുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. RBI പറയുന്നത് തന്നെ, അതായത് ഫിനാൻഷ്യൽ സർവീസസ് ആർ ട്രീറ്റഡ് ഫെയർലി, ട്രാൻസ്പാരന്റ്ലി ആൻഡ് സേഫ്ലി with full knowledge of costs, risks and rights, with access to effective grievance and redressal. അതായത് ഇതിൽ പറഞ്ഞ ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്രാൻസ്പാരന്റ് ആവണം, അതായത് വരുന്ന കസ്റ്റമർക്ക് ഇതിൽ എന്തൊക്കെ ചാർജാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ ഈ ഒരു പോയിന്റിൽ മാത്രം നടക്കുന്ന EMI-കൾ എടുത്തു നോക്കിയാൽ RBI ഒരുപാട് കൺസേണുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പലതും അപ്പത്ര വരിക, ഈ ചാർജ് എത്ര എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റിൽ ഒരു കസ്റ്റമർക്ക് ഉണ്ട്. പിന്നെ ഇൻഫോംഡ് കൺസെന്റ്, ഇതാണ് RBI പറയുന്ന മറ്റൊരു കാര്യം. അതായത് നോ ഹിഡൻ ട്രാപ്സ്, ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഡാറ്റന്റെ പ്രൊട്ടക്ഷനും പ്രൈവസിയും നമുക്ക് അറിയുന്നതാണ്. അക്കൗണ്ടബിലിറ്റി, സിസ്റ്റമാറ്റിക് സ്റ്റെബിലിറ്റി. പിന്നെ ഇവിടെ RBI പറയുന്ന മറ്റൊരു കാര്യം പ്രിവെൻഷൻ ഓവർ ഇൻഡെപ്റ്റ്നെസ് ആണ്. ഇതെല്ലാം കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ തന്നെ മുന്നോട്ട് വെക്കുന്നതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് സംവിധാനം തന്നെ പറയുന്ന കുറെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് പരിശോധിക്കുമ്പോൾ RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം, നമ്മൾ ഇസ്ലാം ഫിനാൻസ് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഒരു കീ റെഗുലേഷൻ ഉണ്ട്. അത് 1949-ൽ RBIന്റെ ആക്ടാണ്, 1949. അത് പറയുന്നത് പ്രകാരം ബാങ്കിന് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ്, ബാങ്കിന് ട്രേഡ് ആക്ടിവിറ്റികളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെന്തിനാ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനാണ്. എന്തുകൊണ്ടാണ് ബാങ്ക് ട്രേഡിൽ ഇടപെടരുത് എന്ന് RBI പറയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ബാങ്കുമായിട്ട് നമ്മൾ നടത്തുന്ന ഇടപാടുകൾ, ബാങ്ക് നമുക്ക് തരുന്ന റിട്ടേൺസ്, പ്രോഫിറ്റ്സ്, അതിന് പ്രോഫിറ്റാണ്. അതൊരിക്കലും ഒരു ഫിക്സ്ഡ് റിട്ടേൺ അല്ല. അതൊരു വേരിയബിൾ ആയിട്ട് വന്നാൽ നമുക്കത് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കി കൂടെ എന്നൊക്കെ പലരും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ RBI പറയുന്നത് പ്രകാരം ബാങ്കിന് ചെയ്യാൻ പറ്റുന്ന ധർമ്മങ്ങൾ 3 നമ്മൾ വളരെ പ്രാഥമികമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 1 റിസീവിംഗ് ഡെപ്പോസിറ്റ്സ്, 2 ലെൻഡിങ് മണി, 3 പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇത്രയാണ് RBI പറയുന്നത് പ്രകാരം ബാങ്കിന് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല, ഡയറക്ട്ലി ട്രേഡിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് പറഞ്ഞു വെക്കുന്നത്. കാരണം പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് മണി. ഡെപ്പോസിറ്റേഴ്സ് ഫണ്ട് മസ്റ്റ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു മാർക്കറ്റ് റിസ്ക്. ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണം മാർക്കറ്റ് റിസ്കിന് വിധേയമാകാൻ പാടില്ല, ഇൻവെന്ററി റിസ്കിന് വിധേയമാകാൻ പാടില്ല. പ്രൈസ് ലെവലിലും മറ്റൊക്കെ വരുന്ന ചേഞ്ചിനൊന്നും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അതൊന്നും ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്തെ ഔദ്യോഗിക നിയമ സംവിധാനം, ഇത് സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ അനലൈസ് ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് കൺസേണുകളുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ EMI സംവിധാനം, നമ്മൾ നേരെ RBIന്റെ റൂൾസിൽ പോയിട്ട് EMI സംബന്ധിച്ച് എന്തൊക്കെയാണ് നിയമം നോക്കിയാൽ കാണൂല. RBI അതിനെ കാണുന്നത് ഒന്നല്ലെങ്കിൽ ഡിജിറ്റൽ ലെൻഡിങ്ങിന്റെ റെഗുലേഷന്റെ താഴെയാണ്, അതല്ലെങ്കിൽ പിന്നെ ക്രെഡിറ്റ് ആണ്, ബാങ്കിൽ നിന്ന് വാങ്ങുന്ന ക്രെഡിറ്റ് ആണ്.
ക്രെഡിറ്റ് ബൈ ബാങ്ക്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബൈ NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അവിടെ പോയാൽ ബാങ്ക് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് RBI റൂൾസ് എന്ന് കാണാൻ പറ്റും. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഫിൻടെക് ക്യാൻ ആക്ട് ഓൺലി ആസ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഫിൻടെക് കമ്പനികൾക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ആകാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ലെൻഡേഴ്സ് ആകാൻ പറ്റില്ല. പണം വായ്പ കൊടുക്കുന്ന ആളുകളാവാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് RBI ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ EMIയുടെ ഭയങ്കരമായ വളർച്ചയിൽ രാജ്യത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ പോലും സംശയത്തോടെയും ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള ആമുഖം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കൺസേണുകളുണ്ട്. ഒന്ന്, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, ഓവർ ഇൻഡെപ്റ്റ്നെസ് ഓഫ് യൂത്ത്. വളർന്നു വരുന്ന തലമുറ വളരെ കൂടുതലായി കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് ഇമോഷൻസ് ഉപയോഗിച്ച്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതിനല്ലേ EMI, എന്തിനാ വിഷമിക്കണേ, വാങ്ങിക്കോളൂ. എവിടേക്ക് പോകാനുള്ള ആഗ്രഹം, ഇപ്പോൾ ട്രാവൽ ഏജൻസികൾ വരെ തുടങ്ങി. എവിടേക്കാ, ലോകത്തെ എവിടേക്കാണ് പോയിക്കോളൂ, അതിനല്ലേ EMI. അപ്പൊ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ്, അത് RBI തന്നെ ഉപയോഗിക്കുന്ന പദം ഷാഡോ ക്രെഡിറ്റ് എന്നാണ്. നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഒരു ബേജാറൊക്കെ ഉണ്ടാവും, നമുക്ക് ഇത്ര ലോൺ ഉണ്ട്, ആ ബാങ്കിൽ ലോൺ ഉണ്ട്, HDFCയിൽ ലോൺ ഉണ്ട്, മറ്റേതുണ്ട്. പക്ഷെ EMIക്ക് നമുക്ക് എത്ര വാങ്ങിയാലും നമുക്കൊരു പേടില്ല, നമുക്ക് ലോണില്ല, നമുക്ക് EMI ഉള്ളൂ. ശരിക്കും ഇത് ഷാഡോ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇത് ശരിക്കും ക്രെഡിറ്റ് ആണ്, ലോണാണ്, പക്ഷെ ഇത് മറ്റൊരു പേരിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് എക്കണോമിക്ക് തന്നെ ഭയങ്കര ഭീഷണിയാണെന്ന് പറയുന്നത്. അതിന്റെ കാരണം ഒന്നെന്താ, ക്രെഡിറ്റ് വിത്തൗട്ട് സൂപ്പർവിഷൻ ആണ്. കാരണം ബാങ്കുകളൊക്കെ RBIക്ക് കീഴിൽ അതിന്റെ സൂപ്പർവിഷൻ കിട്ടുന്നുണ്ട്. ബാങ്കുകൾക്ക് എന്തെങ്കിലും ക്ഷീണം വന്നാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് RBIന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതൊന്നും ഇത്തരം സ്ഥാപനങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നടക്കുന്ന ഒരു കാര്യം ഇൻവിസിബിൾ ക്രെഡിറ്റ് ഗ്രോത്ത് ആണ്. നമ്മൾ ശരിക്കും ലോണിന്റെ എമൗണ്ട് പഠിച്ചാൽ ഇത് കാണാൻ കഴിയില്ല. കാരണം അത്ര ലോണ്, കാരണം നമ്മുടെ ഈ എക്കണോമിയെ, രാജ്യത്തെ ഇത്തരം സാമ്പത്തിക സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് RBIയും ബാങ്കുകളും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ശരിക്കും ഈ ക്രെഡിറ്റ് ചാനൽ വഴിയാണ്. നമ്മളിപ്പോ സാധനങ്ങളുടെ പ്രൈസ് കൂടുന്നു, പണത്തിന്റെ മൂല്യം കുറയുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മുടെ രാജ്യം ഓവർകം ചെയ്ത് പരിഹരിച്ചു പോകുന്നത്? ഇതെല്ലാം സപ്ലൈ ഓഫ് മണി, നമ്മുടെ എക്കണോമിയിലുള്ള പണത്തിന്റെ ലഭ്യത അനുസരിച്ചാണ്. അപ്പൊ ചില സമയത്ത് പബ്ലിക്കിൽ നിന്ന് പൈസ പിൻവലിക്കേണ്ടി വരും RBI. ചില സമയത്ത് കൂടുതൽ പണം സൊസൈറ്റിയിൽ ലഭ്യമാക്കേണ്ടി വരും. ഇത് രണ്ടും RBI നിയന്ത്രിക്കുന്നത്, ബാങ്കുകൾ നിയന്ത്രിക്കുന്നത്. RBI ആണ് നിയന്ത്രിക്കുക, ബാങ്കുകളിലൂടെയാണ് നിയന്ത്രിക്കുക, ക്രെഡിറ്റ് ചാനൽ വഴിയാണ്. ഇപ്പൊ സൊസൈറ്റിയിൽ പണമല്ല, അപ്പൊ പണം കൂടുതൽ ലഭ്യമാക്കണം. RBI എന്ത് ചെയ്യും, ബാങ്കുകൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ, അതായത് ലോൺ എടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും. അപ്പൊ കൂടുതൽ ആളുകൾ ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലും. അപ്പൊ പണം ബാങ്കുകളിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് ഒഴുകും. ഇനി അതേസമയം പണം ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ഉണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഡെപ്പോസിറ്റിന്റെ മുകളിലുള്ള ഓൺ ഡെപ്പോസിറ്റുള്ള ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പൊ ആളുകൾ ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അപ്പൊ പൈസ അങ്ങോട്ട് പോകും, മറ്റു ട്രേഡും മറ്റുമായിട്ട് പോകില്ല. കാരണം ഒരു കച്ചവടക്കാർക്ക് എന്തൊക്കെ റിസ്കുകളുണ്ട്, ബാങ്കിൽ കൊണ്ടുപോയിട്ട പൈസ ഉണ്ടാവും. അപ്പൊ ഇത് ബാങ്ക് ഇത്ര നമ്മുടെ എക്കണോമിയെ ടോട്ടലി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്രെഡിറ്റ് ചാനൽ വഴിയാണ്. അപ്പോ എത്ര ക്രെഡിറ്റ് ഉണ്ട് ഇപ്പോ സമൂഹത്തിൽ, അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അത് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് ഇത് നോക്കിയാണ്. പക്ഷേ ഈ EMIകളുടെ ഒരു വളർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത് RBIയുടെ സൂപ്പർവിഷനിൽ വരുന്നില്ല. ഇതൊരു ഷാഡോ ക്രെഡിറ്റ് ആയിട്ട് പുറത്തു വളരുകയാണ്. നമുക്കൊക്കെ ആരാലോചിച്ചാലും എല്ലാവർക്കും ഒരുപാട് EMIകൾ ഉണ്ടാവും. ശരിക്കും അത് ലോണാണ്, പക്ഷെ അതൊരു ക്രെഡിറ്റ് എന്ന അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, RBIയുടെ സൂപ്പർവിഷനിലും വരുന്നില്ല. അതുകൊണ്ട് ലോസ് ഓഫ് മോണിറ്ററി കൺട്രോൾ ഉണ്ടാവുകയും രാജ്യം പെട്ടെന്ന് സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അതായത് മോണിറ്ററി പോളിസി ഉണ്ടാക്കലൊക്കെ ഭയങ്കര പ്രയാസകരമായി തീരുന്ന ഒരു സാഹചര്യം ഇതിന്റെ മുന്നിലുണ്ട്. ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞു വെക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇത് നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോ നമ്മളെ മതത്തിൽ ബന്ധത്തിനൊരു തടസ്സം മനസ്സിലാക്കാനാണ് നമ്മൾ കുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസിൽ ഇനി നമ്മളും ഇസ്ലാമിക് കാഴ്ചപ്പാടും സാധാ കൺവെൻഷണൽ കാഴ്ചപ്പാടും തമ്മിൽ ഉള്ള ഒരു ബേസിക് ഡിഫറൻസ് നമുക്ക് കൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ ഇതിന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസിൽ വായിച്ചതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഒന്ന് പിന്നെ ട്രാൻസ്പാരൻസി വേണം, അറിയണം എന്തൊക്കെ ചാർജുകൾ വരുന്നുണ്ട് ഒക്കെ അറിയണം. ഇൻഫോംഡ് കൺസെന്റ് വേണം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ എത്തുന്നതൊക്കെയാണ്. അപ്പൊ ഈ റെഗുലേഷൻ പ്രകാരം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസ് പ്രകാരം കൺവെൻഷണൽ സിസ്റ്റത്തിൽ ഈ ചോദ്യം ഉള്ളൂ, വാസ് ദ കൺസ്യൂമർ ഇൻഫോംഡ്? ആ ചോദ്യം മാത്രമേ ഉള്ളൂ. കൺസ്യൂമർ അറിയിച്ചോ? കൺസ്യൂമർ അറിയിച്ചു. ഹിഡൻ ചാർജുകളൊന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബാങ്കിലൊക്കെ പിന്നെ അതിന് രീതികളുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വായിച്ചോക്കില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ എല്ലാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ശരിയിലേക്ക് വരുമ്പോ ഇൻഫോം ചെയ്താൽ മാത്രം പോരാ. അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്, വാസ് ദ ട്രാൻസാക്ഷൻ ജസ്റ്റ്? അങ്ങനെ ഒരു ചോദ്യം. ഇപ്പൊ ഒരാളോട് വരാം, അന്ന അറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഓക്കെ എന്നിട്ടോ അവനെ അറുത്തു, അവന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ്, കൺസെന്റ് ഉണ്ട്, പറ്റൂല. അതായത് ജസ്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. മ്യൂച്വൽ കൺസെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ട്രാൻസാക്ഷൻ അനുവദനീയാവൂല. അത് ജസ്റ്റ് ആണോ നോക്കും. ഡസ് ഇറ്റ് കോസ് ഹാം? അതുകൊണ്ട് സമൂഹത്തിൽ അതിന്റെ എക്കണോമിക്കൽ കാര്യങ്ങളാവട്ടെ, സോഷ്യൽ കാര്യങ്ങളാവട്ടെ, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ ചോദ്യം കൂടി അഡീഷണൽ വരും ഇതിന്റെ ഒരു ശരിയാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനാലിസിസ് നമ്മൾ കൺവെൻഷണൽ വ്യൂവിൽ നോക്കി. ഇനി ശരിയാ വ്യൂവിലേക്ക് വരാം. ശരിയാ വ്യൂവിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരിയാന്ന് പറയുമ്പോൾ ശരിയയിലെ കുറെ പിന്നെ കർമ്മശാസ്ത്ര നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പോവുക. അതായത് ഷാഫി മദ്ഹബിൽ എന്ത് പറയുന്നു, ഹനഫി മദ്ഹബിൽ എന്ത് പറയുന്നു, മാലിക്കിയിൽ എന്ത് പറയുന്നു, ഇങ്ങനെ ഓരോന്നിലും എന്ത് പറയും. പക്ഷെ അതിന്റെ മുമ്പ് നമുക്കിതിനെ ഒരു ലെൻസ് ഓഫ് മഖാസിദ് ശരിയന്റെ കുറെ ഹയർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് പ്രകാരം നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളിനി BNPL കുറിച്ച് പഠിച്ചു. കാരണം അത് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഓരോ ടൈപ്പിനെ കുറിച്ചും പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി അത് ടെക്നിക്കലി സ്ട്രക്ചേർഡ് ആണ്, ശരിയാ കോംപ്ലിയന്റ് ആണ്, പിന്നെ കോൺട്രാക്ച്വലി ക്ലിയർ ആണ്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതായത് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? വാട്ട് ഡസ് ദിസ് സിസ്റ്റം ഡു ടു ദ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ഓവർ ടൈം? ഞാൻ നേരത്തെ പറഞ്ഞ RBI പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RBI തന്നെ നിരീക്ഷിക്കുന്നു, ഇത് ഒരു അറിഞ്ഞുകൊണ്ടല്ലാതെ ആളുകളെ കടക്കണിയിലാക്കുന്നു, ഷാഡോ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എക്കണോമി ഇൻസ്റ്റേബിൾ ആവുന്നു, ലോസ് ഓഫ് മോണിറ്ററി കൺട്രോൾ ഉണ്ടായിത്തീരുന്നു. ഇങ്ങനത്തെ കുറെ സംഗതികൾ RBI തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ശരിയായും അങ്ങനെ ചില ഒബ്സർവേഷൻസ് നടത്തും. അത് ലീഗലി നമുക്ക് ഇനി ഫിഖിന്റെ നിയമങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഓക്കെ ആണെന്ന് വന്നാലും ഇത് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനത്തെ എന്താ പ്രശ്നമാണ് വരിക? രണ്ട് കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ട് വരിക. നമ്മൾ ഹയർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയപ്പെടുന്നത് ഒന്നിപ്പോ ഹിഫ്ലുൽ മാൽ, ധനം സംരക്ഷിക്കപ്പെടണം, പ്രൊട്ടക്ഷൻ ഓഫ് വെൽത്ത്. രണ്ട് ഹിഫ്ലുൽ ആഖിൽ, അതായത് ഒരാളുടെ പ്രൊട്ടക്ഷൻ ഓഫ് റേഷണൽ ജഡ്ജ്മെന്റ്. ഇത് രണ്ടും നിലനിർത്തപ്പെടേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട ഹയർ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ ഇതിനെ പഠിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലും സാമ്യതകൾ ഉണ്ടാവാം. പക്ഷെ ഇതായിട്ട് തന്നെ പറയണം എന്നുള്ളതുകൊണ്ട് ഇത് പറയണം. ഇപ്പൊ ഒരു തരം ഒരു ഇല്യൂഷൻ ഓഫ് അഫോർഡബിലിറ്റി ഉണ്ട് ഇതിൽ. നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ കപ്പാസിറ്റി വെച്ചല്ല നമ്മൾ പ്ലാൻ ചെയ്യണം. നമുക്ക് എന്തും നടക്കും. അതൊരു ഇല്യൂഷനാണ്. അത് പ്രശ്നമല്ലല്ലോ. അടുത്ത മാസം കിട്ടിയാൽ പിന്നെ ഇതും കൂടി വന്നാൽ ഇതാണ് മാനേജ് ചെയ്ത് പോകുമല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിൽ പോയി ചാടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഡെപ്റ്റ് വിത്തൗട്ട് പ്രൊഡക്റ്റീവ് പർപ്പസ്. പലപ്പോഴും ഒരു പ്രൊഡക്റ്റീവ് പർപ്പസിനല്ല നമ്മൾ ഇതിൽ പോയി ചാടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയ ആളുകൾ EMIക്ക് സമീപിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു കൺസംഷൻ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലാതെ അതൊന്നൊരു പ്രൊഡക്റ്റീവായിട്ട് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് വെൽത്ത് എന്ന ഇസ്ലാമിക് ശരിയയുടെ ഹയർ ഒബ്ജക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ, അതായത് എ സിസ്റ്റം ദാറ്റ് വീക്കൻസ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് നോർമലൈസ് അവോയ്ഡബിൾ ഡെപ്റ്റ്. ഇത് രണ്ടോട് നടക്കുന്നുണ്ട്. ഒരു അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഡെപ്റ്റിനെ നോർമലൈസ് ചെയ്യുന്നു. രണ്ട്, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെയാക്കുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ശരിക്കും ഹിഫ്ലുൽ മാൽ എന്നതിന് ആ ഒരു ഹയർ ഒബ്ജക്റ്റീവിനെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് EMIയിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. പിന്നെ ഹിഫ്ലുൽ ആഖിലാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് അവർ റേഷണൽ ജഡ്ജ്മെന്റ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഇത് ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം.
പക്ഷെ എന്നാൽ പോലും നമുക്കൊരു അതൊരു സമാധാനമാണ്. ഇപ്പൊ അൽഫാം 99 റുപ്യക്ക് കണ്ടാല് ബാക്കിയുള്ളടത്തൊക്കെ 100 റുപ്യാണ്. എന്നാലും നമ്മൾ ഈ 99 അവിടെ പോയി തിരക്കും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്നാണ് എക്കണോമിക്സിൽ അതിനെ കുറിച്ച് പറയുന്നത് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആൾക്കാർ അത് അറിഞ്ഞാലും അതിലെന്തോ ഉണ്ട് എന്ന് വിചാരിക്കും. ഇത് മനുഷ്യന്റെ ഒരു ബിഹേവിയറൽ നഡ്ജിങ്, ഒരു ആൾക്കാരുടെ ചിന്തയെ ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ഒരു തരത്തിലുള്ള അതിന്റെ എല്ലാ ഒരു സൗണ്ട് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇത് വല്ലാതെ. പിന്നെ മറ്റൊന്ന്, പിന്നെ നമ്മളിപ്പോ ബുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇൻടോക്സിക്കൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ പറയാം. അതൊക്കെ ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഇങ്ങനെ മനുഷ്യനെ കുറെ പിന്നെ ഒരു കൊഗ്നിറ്റീവ് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഇതിലൂടെ. അതിൽ പോയി പെടുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കായിട്ടാണ്. നിങ്ങൾ ഒരാളോട് സംസാരിച്ചാൽ നിങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചൊരു സംഗതി, എന്ത് സാർ അതിലെന്താ പ്രശ്നം, ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം ഒരു കൊഗ്നിറ്റീവ് മാനിപ്പുലേഷൻ ഇതിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എന്താണിത് സൊസൈറ്റിക്ക് ചെയ്യുന്നത്, ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് ആലോചിച്ചാൽ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അത് ശരിയന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും സാധാ കൺവെൻഷണൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഇത് അത്ര പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല എന്നാണ് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ പൈസ അല്ല, ലൈഫ് സ്റ്റൈലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷന്റെ പേരിലല്ല, ചില ആവശ്യങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ അടുത്ത് പൈസ അല്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ തുറക്കപ്പെട്ടാൽ അപ്പൊ അത് സിംഗിൾ കേസാണ്, നീഡ് ബേസ്ഡ്. ഞാൻ അതിലേക്ക് വരാം. ഞാനിപ്പോ ഇതുവരെ സംസാരിച്ചതൊന്നും ഈ BNPL ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഒരു ഹുക്കും ഒരു ശരിയ റൂളിങ്ങും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ജനറലി ഈ ഒരു കൾച്ചർ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പിന്നെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ടൈം കുറവാണ്, ഇനി ഇന്ററാക്ഷനുള്ള ടൈമും വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇനി മക്കാസിൽ നിന്ന് മാറി, ഹയർ ഒബ്ജക്റ്റീവ്സിൽ നിന്ന് മാറി ഇതിന്റെ ശരിയായി ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു അവിടേക്ക് വരാം. ഇപ്പോ ഈ ബൈയിങ് നൗ പേ ലേറ്റർ, ഇത് ഇസ്ലാമിൽ പെർമിസിബിൾ ആയ ഒരു കോൺട്രാക്ട് ആണ്. ഇതിൽ ഇസ്ലാമിന് ഒരു തടസ്സമല്ല. രണ്ട് തരത്തിലുള്ള കച്ചവടങ്ങളെ കുറിച്ച് ഇസ്ലാം പറഞ്ഞു. അതൊന്ന്, അയാൾ അപ്പോൾ തന്നെ പൈസ അടക്കുന്നു, ഇതിന് ഇത്ര പൈസയാണ്, ആ പൈസ കൊടുക്കുന്നു. ഇനി രണ്ടാമത്, ഇപ്പൊ പൈസ തരണ്ട, പിന്നീട് തന്നാൽ മതി, ഓരോ മാസമായിട്ട് അടവിന് തന്നാൽ മതി. പക്ഷെ ഇപ്പൊ ഉള്ള പ്രൈസിനേക്കാൾ എമൗണ്ട് കൂടും. ഇത് 1 ലക്ഷമാണ് ഇതിന്റെ പ്രൈസ്. നിങ്ങൾ ഇപ്പോ ഇത് ഒന്നിച്ച് പൈസ തരികയാണെങ്കിൽ, അടവിനാണ് വാങ്ങണതെങ്കിൽ ഇതിന് 1.20 വരും. കുഴപ്പമില്ല. ഇത് രണ്ടും ഇസ്ലാമിൽ അനുവദനീയമായ ഇടപാടുകളാണ്. രണ്ട് കാര്യം അവിടെ പറയണുള്ളൂ. ഒന്ന്, പ്രൈസ് ഫിക്സ്ഡ് ആവണം, അതിന്റെ കാലാവധിയും ഫിക്സ്ഡ് ആവണം. അത് രണ്ടോൾക്കും അറിയണം, കൃത്യമായിരിക്കണം. അറബിയിൽ സമനൻ മാലൂം അജലുൻ മാലൂം എന്ന് പറയും. ഇത് രണ്ടും വേണം. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാം ഇതിനെതിരൊന്നുമല്ല. പക്ഷെ ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്സ് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്കുള്ള ടൈപ്സ് പറഞ്ഞു. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് സ്ട്രക്ചർ എന്നുള്ള നിലക്ക് ടൈപ്പ് പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ടൈപ്പ് മെർച്ചന്റ് ലെഡ് EMI. ഒരു സ്ഥാപനം, നിങ്ങൾ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോകുന്നു, അവർ പറയാണ് ഈ സോഫ 35,000 രൂപയാണ് വില, നിങ്ങളിപ്പോ റെഡി ക്യാഷ് തരികയാണെങ്കിൽ. അല്ല, നിങ്ങളിത് അടവിന് ഒരു 10 മാസത്തെ അടവിനാണെങ്കിൽ ഇതിന്റെ വില 45,000 രൂപയാണ്. 45,000 നിങ്ങൾക്ക് 10,000 കൊണ്ട് ഹരിച്ച് ഓരോ മാസം അടക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ല. കാരണം ഇനി ഇത് മാറാൻ പറ്റില്ല. പ്രൈസ് ഫിക്സ്ഡ് ആണ്. അഡീഷണൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതും ഫിക്സ്ഡ് ആണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇടപാട് പ്രശ്നമല്ല. ഇനി നമ്മുടെ ചർച്ച വരുന്നത് പലപ്പോഴും ഇത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അതായത് വേറൊരു തേർഡ് പാർട്ടി കടന്നു വരാതെ മെർച്ചന്റ് തന്നെ, കച്ചവടക്കാരൻ തന്നെ കൊടുക്കുന്ന EMI സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നിങ്ങൾ EMI യെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അങ്ങനെ ചാടി പെട്ടെന്ന് മറുപടി പറയണ്ട. അത് ആര് ചെയ്യുന്നു, ഞാൻ പറഞ്ഞത് ഈ ടൈപ്പിൽ ഏത് ടൈപ്പിൽ വരുന്നു എന്നൊക്കെ നോക്കിയതിൽ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊരു ടൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിൻടെക് ലെഡ്. അത് ബാങ്ക് അല്ല, ബാങ്ക് അല്ലാത്ത ഏതോ ഒരു ഫിൻടെക് കമ്പനി ഇത് ലീഡ് ചെയ്യും. ഇനി അടുത്ത ടൈപ്പും കൂടി പറയാം. ബാങ്കോ അതല്ലെങ്കിൽ NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻസ്. ബജാജ് ഒക്കെ അതിൽ വരുന്ന, അതുപോലത്തെ ടാറ്റ ഒക്കെ വരുന്ന ബാങ്കോ അതല്ലെങ്കിൽ ബാങ്കിന്റെ കീഴിൽ നേരെ വരാത്തതാണ് ഈ NBFCകൾ.
ഇവർ ലീഡ് ചെയ്യണത്. ഇവരാര് ലീഡ് ചെയ്യുന്നതായാലും അവിടെ 3 ആള് വരുന്നുണ്ട്. ഒന്ന് നമ്മള് കസ്റ്റമർ, 2 കച്ചവടക്കാരൻ, 3 ഈ ഫൈനാൻഷ്യർ, ഈ പൈസ കൊടുക്കുന്ന ആള്. അതിന് ഈ മർച്ചന്റ് ലെഡ് അല്ലാത്ത എല്ലാവരും അത് വരാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മള് എന്താണ് അവിടെ ഒരു ശരിയ റൂളിംഗ് വരിക എന്നുള്ള ആലോചന കടന്നു വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് കച്ചവടം ചെയ്യുമ്പോൾ, വിൽക്കുമ്പോൾ അതിനെന്ത് പ്രൈസ് നിശ്ചയിക്കാനുള്ള അവകാശവും ആ പ്രൊഡക്റ്റിന്റെ ഓണർക്ക് ശരിയാ അവകാശം കൊടുക്കുന്നുണ്ട്. എത്ര പ്രൈസും എനിക്ക് നിശ്ചയിക്കാം, അതിനൊരു തടസ്സമല്ല. അത് അവന്റെ പ്രോഫിറ്റ് ആണ്, അത് ഇഷ്ടമുള്ളവർ പോയി വാങ്ങും. അതിനി ഓന് റൊക്കാണെങ്കിൽ ഇത്ര, അടവിനാണെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടിയിട്ടാലും ഒരു പ്രശ്നമല്ല. പക്ഷെ അതേസമയം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, നമ്മൾക്ക് വേണ്ടി ഒരു തേർഡ് പാർട്ടി അവിടെ പൈസ അടക്കുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്നത്, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ RBI ഒക്കെ പറയുന്നത് പ്രകാരം, ബാങ്കും കൺവെൻഷണൽ സിസ്റ്റം പ്രകാരം ഒക്കെ ആലോചിച്ചാൽ നടക്കുന്ന ഒരു കാര്യം, അവിടെ ശരിക്കും ലോൺ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ RBI ഷാഡോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതൊരു ത്രെറ്റ് ആയിട്ടാണ് കാണുന്നത്. ശരിക്കും ക്രെഡിറ്റും ലോണുമാണ് നടക്കുന്നത്, പക്ഷെ മറ്റൊരു പേരിലാണ് നടക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഏതോ ഒരു കമ്പനി അതല്ലെങ്കിൽ ബാങ്ക് നമുക്ക് പണം കടം തരുന്നു. പണം കടം തന്നാൽ അതിൽ അഡീഷണൽ എമൗണ്ട് നിബന്ധന വെക്കൽ, കണ്ടീഷൻ വെക്കൽ, അത് പലിശയാണ്. അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പിന്നെ അത് കൂടുതൽ ആലോചിക്കാനുള്ള കാര്യമില്ല. പക്ഷെ ഇനി അവിടെ ഒരു ചർച്ച വരുന്നത് നോ കോസ്റ്റ് EMI ആണെങ്കിലോ എന്നാണ്. അഡീഷണൽ ഒന്നുമില്ല, അവര് നമുക്ക് വേണ്ടി അവിടെ ഫൈനാൻസ് ചെയ്യുന്നു, നമ്മൾ അതെന്ത് ചെയ്യുന്നു, പിന്നീട് ഗഡുക്കളായി തിരിച്ചടക്കുന്നു. ഇതാണ് ഇനി അതിൽ വരുന്ന മറ്റൊരു കാര്യം. അവിടെയാണ് നമ്മള് ഇപ്പോ എലോൺ വിത്ത് കണ്ടീഷൻ അല്ലാതെ ഒരു കണ്ടീഷനും ഇല്ല, എമൗണ്ടോ സംഖ്യ ഒന്നും കൂടുന്നില്ല, ആ സെയിം എമൗണ്ട് ആണ് നമ്മൾ നൽകുന്നത്. ഇവിടെ ഇനി നമ്മൾ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം EMI സ്ഥാപനങ്ങൾ, EMI പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളോട് പോയി അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ EMI-കളിൽ ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ബൈ മെർച്ചന്റ് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ കച്ചവടക്കാർ കൊടുക്കുന്നുണ്ട്. കാരണം അവരോട് ഇത്തരം ടീമുകൾ പോയി ടൈപ്പ് ആവുന്നത്, നിങ്ങൾക്ക് സെയിൽ ഉണ്ടാവുണ്ടല്ലോ, കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ ഓണം സെയിലൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര കച്ചവടം അവിടെ നടന്ന്, പക്ഷെ നിങ്ങൾ ഇത് വെച്ച് നോക്കി, ഈ ഞങ്ങളുടെ ഇത് ഇന്ന ഫൈനാൻസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കി, നിങ്ങളെ സെയിൽ കൂടും. അപ്പൊ സ്വാഭാവികമായും അതിന് ഓരോ പ്രൊഡക്റ്റും അത് ഒന്നുകൂടെ ജനറലി പറയുമ്പോൾ പ്രയാസമുണ്ട്. കാരണം എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയല്ല ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ ഇത്തരം ഫിൻടെക് കമ്പനികളുടെ അതല്ലെങ്കിൽ ഈ NBFC-കളുടെ ഓരോ സ്ഥാപനവുമായിട്ടുള്ള കോൺട്രാക്റ്റും ഡീലും വേറെയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ മൊത്തം കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾ എവിടെ ചെന്നാലും, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നാൽ കസ്റ്റമൈസ്ഡ് ആണ്. അവരെടുത്ത ആ ഡ്രസ്സ് ഇത് ഒന്ന് തന്നെയല്ലേ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അല്ല സാർ, ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, അത് അവർ പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങളിൽ ഇങ്ങനെ ഒരു ഫീച്ചർ കൂടുതലുണ്ടെന്ന് പറയും. അപ്പൊ ഓരോ കോൺട്രാക്റ്റും യുണീക്കാണ് ഇപ്പൊ ഈ കാലത്ത്. അപ്പൊ ജനറലി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു ഹിഡൻ ട്രാപ്പ് അവിടെ ഉണ്ട്, അത് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അതായത് ഫോർ എക്സാമ്പിൾ 15,000 രൂപ നമ്മളോട് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഈ സ്ഥാപനം, നമ്മൾ ഏത് ഫൈനാൻസിങ് കമ്പനിയാണോ സമീപിക്കുന്നത്, അവര് 13,000 രൂപയെ അവിടെ അടക്കുള്ളൂ. പക്ഷെ നമ്മളോട് ഇവിടെ കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവുക 15,000 ആണ്, നമുക്ക് 15 തന്നെ അടക്കേണ്ടതുള്ളൂ. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു ഇടപാടിൽ ഇത് 13 ആണ്. അപ്പൊ അത് നമ്മൾ അറിയണോന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അടക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ശരിയായ ലെൻസിലൂടെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ചില ആളുകൾ, ചില സ്ഥാപനങ്ങൾ ഇത് ഓരോ സിംഗിൾ പ്രൊഡക്റ്റിനും അടക്കുന്നില്ല. അവർ ചെയ്യുന്നത് ആനുവലി ഒരു എമൗണ്ട് ഈ ടീമിന് കൊടുക്കുകയാണ്. അതെന്തായാലും ഇതിന്റെ ഒരു കീഴിൽ ഒരു പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഇൻഷോർട്ട് അങ്ങനെ നോ കോസ്റ്റ് EMI ഇത്തരം ഇൻട്രസ്റ്റ് സാധ്യതകളൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ അത് അനുവദനീയമാണ് എന്ന് തന്നെയാണ് വരിക. അതിന് അത്തരം സംഗതികൾ ഉപയോഗിക്കുന്നതിൽ തടസ്സമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിതിൽ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു നിയമം പറയാൻ കഴിയില്ല. അത് സിംഗിൾ കോൺട്രാക്ട് ഓരോരുത്തർ, കാരണം അത് അങ്ങനത്തെ കാലാണ്. നിങ്ങളൊരു വലിയ നല്ല ലീഡിങ് സ്ഥാപനമായിട്ട്, പലപ്പോഴും ഇവരൊന്നും ടൈപ്പ് ആവുന്നത്, നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഫോൺ എന്നാണ് ഓല് ചോദിക്കുന്നത്, റെഡ്മി ആണോ സാംസങ് ആണോ നോക്കുക. അത് നോക്കിയിട്ടാണ് അവർ അതിനുള്ള ഓഫേഴ്സ് പറയുന്നത്.
അല്ലാതെ നിങ്ങൾ പോകുന്ന ഏതോ ഷോപ്പിന്റെ പേര് നോക്കിയിട്ടല്ല. ബജാജ് പലപ്പോഴും ടൈപ്പ് സാംസങ്ങിനോടാണ്, അല്ലെങ്കിൽ ഏതാണോ ഫോൺ കമ്പനി അവരോടാണ്. അപ്പൊ ചില ഫോണുകൾക്ക് ആ ഫോണിന് നോ കോസ്റ്റ് EMI ഇല്ല. നോ കോസ്റ്റ് EMI ഇടുന്ന ഈ സംഗതികൾക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അത് പിന്നെ ഇതിന്റെ ഭാഗമല്ല, അത് മാർക്കറ്റിംഗിന്റെയും കച്ചവടത്തിന്റെയും ഭാഗമായിട്ട് പറയാതിരിക്കുകയാണ്. കാരണം അത് അത്രയും ഫ്രഷ് സംഗതികൾക്കല്ല അത് കൊടുക്കുന്നത്. പല കെട്ടിക്കിടക്കുന്ന ഡേറ്റ് ഇഷ്യൂസ്, അങ്ങനത്തെ പലതരം ഇഷ്യൂസ് ഉള്ള സാധനങ്ങൾ ഒഴിവാകാൻ വേണ്ടി അങ്ങനത്തെ ഓൽക്കോരോ ബിസിനസ് ട്രിക്കുകളുണ്ട്. അത്തരം സംഗതികൾക്കേ ഓല് പലപ്പോഴും നോ കോസ്റ്റ് EMI കൊടുക്കുന്നേ ഉള്ളൂ. ഇനി എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പറയണം, പല സ്ഥാപനങ്ങളും ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റിനെ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എത്തിക്കൽ ആവണം എന്നൊരു ചിന്ത മുൻകാലങ്ങളെക്കാൾ കൂടി വരുന്ന കാലമാണ്. അതല്ലെങ്കിൽ അത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. സമൂഹത്തെ ആ വിഷയത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിൽ ഇത്തരം ഏത് നിയമങ്ങളും ഇസ്ലാം പറയുന്നത് അത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണെന്ന് പലപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ലൊരു പെർസെന്റേജ്, നല്ലൊരു ശതമാനവും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ, ട്രാപ്പുകളിലൊന്നും പെടാതെ ഒരു സേഫായ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇതിന്റെ ഹയർ ഒബ്ജക്റ്റീവ്സിൽ പറയും പ്രിവെന്റിംഗ് ഹാം. അതായത് ഇത് ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ദർഉൽ മഫ്സദ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒരു സെക്യൂറിംഗ് ബെനഫിറ്റ്, എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ചില ഹയർ ഒബ്ജക്റ്റീവ്സുകൾക്ക് വേണ്ടിയാണ് ശരിയാ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെടുത്ത് തന്നെയാണ്, ശരിയെ പറഞ്ഞെടുത്ത് തന്നെയാണ് പലപ്പോഴും ഒരു നല്ല സ്റ്റേബിളായ എക്കണോമിയെ കുറിച്ച് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരം വിഷയങ്ങളെ വിലയിരുത്തുന്നത്. അപ്പൊ ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതിൽ കുറെ ഇങ്ങനെ പറയുന്നതിലപ്പുറം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സമയം ഉപയോഗിക്കലായിരിക്കും നല്ലത് എന്നതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. ഏകദേശം വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ച് കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു എക്കണോമിക് ട്രാൻസാക്ഷനിലേക്ക് പോകുമ്പോൾ, ഒരു ഇടപാടിലേക്ക് പോകുമ്പോൾ, അത് നമ്മുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്കപ്പുറത്ത് നമ്മളെ തന്നെ ലോങ് ടേമിൽ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കി, അത് സോഷ്യലി എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് നോക്കി, അങ്ങനെ അനലൈസ് ചെയ്താണ് നമ്മൾ അതിന്റെ ഒരു ശരിയായ റൂളിംഗ് എന്താണ് എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ ചില അടിസ്ഥാനങ്ങളാണ് ഇവിടെ പറയപ്പെട്ടത്. നിങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരമാണ്. ഞാൻ ചുരുക്കുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.